ഇന്ന് നമുക്ക് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ആദ്യം തന്നെ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 6 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ചതച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേറൊരു പാനിലേക്ക് ഒഴിച്ച് നമ്മൾ ഈ ചതച്ച് വെച്ചതും പിന്നെ ഒരു 1/2 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 മുറി തക്കാളിയാണ് ആവശ്യം. ഇത് നന്നായി സ്ലൈസ് ചെയ്തതാണ്, തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ചെറിയൊരു കഷ്ണം പുളി നമുക്ക് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് എല്ലാം ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച നെയ്മീനാണിത്, കിങ് ഫിഷാണ്. അപ്പോൾ ആ കിങ് ഫിഷ് ഒരു 1/2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു തള വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് സമയമാണ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് തള വന്നിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് എപ്പോഴും തേങ്ങാപ്പാലിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത്. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒരു 2 ടീസ്പൂൺ, അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ 2 ചെറിയുള്ളിയാണ് ഒന്ന് സ്ലൈസ് ചെയ്തതാണ്, റൗണ്ടിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അത് വഴന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാണ് ചെയ്തത്. കോക്കനട്ട് മിൽക്ക് ഒരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. ഈ 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പൊടികളൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു പൾസ് ചെയ്താൽ മതി. അതിന് ശേഷമാണ് ഒക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറും പത്തിരി എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൽ പത്തിരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ പത്തിരീൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. അങ്ങനെ ഇനി നമുക്ക് ഈ കറിയും കൂടെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ സെർവ് ചെയ്യാം.